സീറോ മലബാർ സഭ സ്വയം ഭരണാവകാശമുള്ള ഒരു സ്വതന്ത്ര വ്യക്തിഗത പൗരസ്ത്യ സഭയാണ്. പാത്രിയാർക്കീസ് ആണ് ഇങ്ങനെയുള്ള സഭയുടെ തലവൻ. അതിന് തുല്യമായ സ്ഥാനമാണ് മേജർ ആർച്ച് ബിഷപ്പ്. ആ സഭയിലെ മെത്രാന്മാരുടെ സിനഡാണ് തലവനെ തെരഞ്ഞെടുക്കുന്നത്. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ അംഗമായതിനാൽ ആഗമാന കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയുടെ പരമാധികാരം അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. മാർപ്പാപ്പയുടെ കൽപ്പനകളോ നിർദ്ദേശങ്ങളോ ഈ കൂട്ടായ്മയിലെ ആരും തള്ളിക്കളയാറില്ല. ക്രിസ്തുവിന്റെ വികാരിയായി പാപ്പായെ എല്ലാവരും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുകയാണ്. അല്ലാത്തവർ അതിനാൽ തന്നെ സാർവത്രിക സഭയുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തായിരിക്കും. വന്ന് സ്വന്തം പദവി പോലും ഏതാണ് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലായി എറണാകുളത്തെ മെത്രോപൊളിറ്റൻ വികാരി കണ്ണൂർ സഖാവിന്. കത്തോലിക്ക സഭയുടെ ഭാഗമായ സീറോ മലബാർ സഭയുടെ എറണാകുളം അതിരൂപതയുടെ മെത്രോപൊളിറ്റൻ വികാരിയാണ് എന്നൊരു ബോധം ഇതുവരെ അദ്ദേഹത്തിന് വന്നിട്ടില്ല. കണ്ണൂർ സഖാവിന്റെ ബുദ്ധികൂർമ്മതയിൽ വിരിഞ്ഞ് സമവായമനുസരിച്ച് തൃപ്പൂണിത്തുറയിൽ മർദ്ദിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽപ്പെട്ട വൈദികനെയല്ല. അദ്ദേഹം ഇന്നലെ ഇറക്കിയ കത്തിൽ മർദ്ദിക്കപ്പെട്ടു എന്ന് പറയുന്ന ആൾ പരസ്യമായി നിയമം ലംഘിച്ച് അവിടെ തുടരുന്ന വ്യക്തിയാണ്. കത്തോലിക്ക സഭയിൽ നിന്നും സ്വയം ഇറങ്ങിപ്പോയ വ്യക്തിയെ എന്തടിസ്ഥാനത്തിലാണ് വൈദികൻ എന്നൊക്കെ കണ്ണൂർ സഖാവ് വിളിക്കുന്നത്? കത്തോലിക്ക സഭയിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ മുതൽ നിങ്ങൾ അയാളിൽ യാതൊരു അധികാരവുമില്ല. അനധികൃതമായി കയ്യേറി അവിടെ താമസിക്കുന്ന അയാളെ അവിടെ നിന്നും പുറത്താക്കി സഭയെ അനുസരിക്കുന്ന വൈദികനെ അവിടെ നിയമിക്കുകയാണ് താങ്കളുടെ ചുമതല തന്നെ. അല്ലാതെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് വിമതരെ ന്യായീകരിക്കുകയല്ല വേണ്ടത്. അവിടുത്തെ ഭൂരിപക്ഷം വിശ്വാസികളെയും കൊന്നനം കുത്തി കാണിക്കുന്ന വാറോല ഉടനെ പിൻവലിക്കുകയാണ് വേണ്ടത്. വിശ്വാസികൾ അത് ചവറ്റുകൊട്ടയിലിട്ടു.